ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2022 നമ്മളുടെ 11ാമത്തെ ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവര കണക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ ദ വെയിറ്റ് ഓഫ് 7 pupils ഇൻ എ ക്ലാസ് ആർ ഗിവൺ ഇൻ കിലോഗ്രാം. ഫൈൻഡ് ദ മീഡിയൻ വെയിറ്റ്. 7 ആളുകളുടെ ഭാരം കിലോഗ്രാമിൽ നൽകിയിരിക്കുന്നു. മധ്യമ ഭാരം കണക്കാക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതണം. ഇതിൽ ഏറ്റവും ചെറുതാരാ? 32. അപ്പോൾ ആദ്യം 32, പിന്നെ ആരാ? 35, പിന്നെ 38, പിന്നെയോ 42, പിന്നെ 43, 44, 45, 32, 35, 38, 42, 43, 44, 45. ഓക്കെ, ചെറുതെന്ന് വലുതൊക്കെ എഴുതി. എത്ര ആളുകളാണ് നോക്കിയാൽ? 7 ആളുകളാണ്. 7 എന്ന് പറയുമ്പോൾ ഒറ്റ സംഖ്യയാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ എങ്ങനെ കാണുക? 7 + 1, 7ക്ക് 1 കൂട്ടുക, അപ്പോൾ 8 കിട്ടും. 8/2 4. നാലാമത്തെ ആൾ ആരാ? 1 2 3 4, 42. ഇതാണ് ഇതിൻ്റെ മീഡിയൻ അഥവാ മധ്യമം എന്ന് പറയുന്നത്. 7 + 1/2 8/2. നാലാമത്തെ ആള് 42. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ടേബിളാണ്. കൺസെപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ദ ടേബിൾ ബിലോ ഷോസ് ദ ഹൗസ് ഹോൾഡ്സ് ഓഫ് ആൻ ഏരിയ സോർട്ടഡ് അക്കോർഡിംഗ് ടു ദ കൺസെപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുതിയുടെ ഉപയോഗത്തിനനുസരിച്ച് തരംതിരിച്ച വീട്ടുകാരുടെ എണ്ണമാണ് താഴെ പട്ടികയിൽ തന്നിരിക്കുന്നത്. ഇഫ് ദ ഹൗസ് ഹോൾഡ്സ് ആർ അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ കൺസെപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ദ കൺസെപ്ഷൻ ഓഫ് വിച്ച് ഹൗസ് ഈസ് ടേക്കൺ ആസ് മീഡിയൻ. വൈദ്യുതിയുടെ ഉപയോഗത്തിനനുസരിച്ച് വീട്ടുകാരെ ക്രമീകരിച്ചാൽ എത്രാമത്തെ വീട്ടുകാരെയാണ് മധ്യമമായിട്ട് എടുക്കുക? What is the conception of 20th householding according to our assumption? 20ാമത്തെ വീട്ടുകാരുടെ ഏകദേശ വൈദ്യുതിയുടെ ഉപയോഗം എത്രയാണ്? What is the median consumption? മധ്യമ ഉപയോഗം കണക്കാക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം കാണണം. ഏതാണ്? വിച്ച് ഹൗസ് ഈസ് ടേക്കൺ ആസ് ദ മീഡിയൻ. അതിനാദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം മക്കളെ. എങ്ങനെ ചെയ്യുക? 4, 4ക്ക് 8 കൂട്ടിയാൽ 8 4 12, 12ലോട്ട് 7 കൂട്ടിയാൽ 19, 19ലോട്ട് 10 കൂട്ടിയാൽ 29, 29ക്ക് 6 കൂട്ടിയാൽ 35, 35ലോട്ട് 4 കൂട്ടിയാൽ 39, 39ലോട്ട് 6 കൂട്ടിയാൽ 45. 45 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയല്ലേ? അപ്പൊ 45ലോട്ട് 1 കൂട്ടിയിട്ട് അതിന്റെ പകുതി 46ന്റെ പകുതി 23. 23ാമത്തെ ആള് ദാ ഇവിടെ വരും. ഈ നാലാമത്തെ റോയാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? മീഡിയൻ ആയിട്ട് വരുന്നത്. 23ാമത്തെ ആള്. അപ്പൊ എത്രാമത്തെ വീട്ടുകാരുടെയാണ് മീഡിയൻ ആയിട്ട് എടുക്കുന്നത്? 23ാമത്തെ ആള് വീടിനെയാണ് മീഡിയൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവുക 20ാമത്തെ ഹൗസ് ഹോൾഡ് എത്രയായിരിക്കും എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. കാരണം നമ്മൾ റൗണ്ട് ചെയ്ത ക്ലാസിന്റെ തൊട്ട് മുകളിൽ വരുന്നത് 19 ആണ്. 19ാമത്തെ വീട് കഴിഞ്ഞാൽ പിന്നെ എത്രാമത്തെ വീടാ? 20ാമത്തെ വീട്. കണ്ടോ? 20th ഹൗസ് ഹോൾഡ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കോമൺ ഡിഫറൻസ് കാണണം. നോക്കിയാ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര വരിക? 60ഉം 80ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 20ആണ്. എത്ര ആളുകളാ? 10 ആളുകളാണ്. അപ്പൊ ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 20/10 ആണ്. ഓക്കെ, 20/10 എത്രയാ? 20ൽ എത്ര 10 ഉണ്ട്? 2. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 2 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി 20ാമത്തെ ആളെ കാണാൻ എന്താ ചെയ്യേണ്ടത്? ആ കോമൺ ഡിഫറൻസിന്റെ പകുതി നമ്മൾ റൗണ്ട് ചെയ്തതിലെ ഫസ്റ്റത്തെ നമ്പറിലോട്ട് കൂട്ടി കൊടുക്കുക. അപ്പൊ ഫസ്റ്റത്തെ നമ്പർ 160 ആണ്. കോമൺ ഡിഫറൻസ് 2 ആണ്. 2ന്റെ പകുതി എത്രയാ? 1 ആണ്. അത് 160ലോട്ട് കൂട്ടുമ്പോൾ 161 എന്ന് കിട്ടും. അപ്പൊ 20ാമത്തെ ആളുടെ ഇത് എത്രയാണ്? കൺസെപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എത്രയാ? 161 ആണ്. ഓക്കെ, നമ്മളുടെ അല്ലെങ്കിൽ ഉള്ള മെത്തേഡ് എങ്ങനെയാ? 160 പിന്നെ
160 പൊതുവ്യത്യാസം കൂട്ടിയാൽ 162. ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 6 6 12ക്ക് 2 ഇഷ്ടം 3 32. സോറി 322. അതിൻ്റെ പകുതി കാണണം. ഓക്കെ, 322ൻ്റെ പകുതി എന്ത് തന്നെയാണ്? 161 തന്നെയാണ്. 1 1 2 6 6 12 2. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്താലും നമുക്ക് 161 കിട്ടും. ഇനി മീഡിയൻ കാണാനാണ്. എത്രാമത്തെ ആളാണ് മീഡിയൻ? 23rd പേഴ്സൺ ആണ് അല്ലേ? അപ്പോൾ 23ാമത്തെ ആളെ കാണാൻ നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത് വെച്ചാണ് അല്ലേ? 20ൻ്റെ കൂടെ എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം? 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം. 20 എന്ന് പറയുന്നത് 161 ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും കേട്ടോ. ആദ്യം നമ്മൾ ബോർഡ് മാസ് പ്രകാരം എന്ത് ചെയ്യണം? ഗുണിക്കണം. 3 × d, d 2 ആണ്. 3 2 6 വരും. 161 6 കൂട്ടിയാൽ എത്രയാ? 167. അപ്പോൾ ഇവിടുത്തെ മധ്യമം അല്ലെങ്കിൽ മീഡിയൻ എത്രയാ? 167 ആണ്. അഥവാ 23ാമത്തെ ആളാണ് മീഡിയൻ. അത് നമുക്ക് 167 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക മക്കളെ. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് 2022. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടേബിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത് കേട്ടോ. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. 2022 അത് 6 മാർക്കാണ്. നമുക്ക് ഈ 5 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ ആൻഡ് best of luck. Thank you for watching this video. See you soon. Bye bye.